ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, നോർക്ക ID കാർഡ് എങ്ങനെ പുതുക്കാമെന്ന്. ഞാൻ 3 വർഷമായി 4 വർഷമായി നോർക്ക ID കാർഡ് എടുത്തിട്ട് അത് എങ്ങനെ പുതുക്കാമെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് എങ്ങനെ പുതുക്കാമെന്നും ആ പുതുക്കുമ്പോൾ അവർക്ക് അവരുടെ യൂസർ നെയിം, പാസ്വേഡ്, മൊബൈൽ നമ്പർ ഇതൊന്നും ഒരു പക്ഷേ അറിയില്ലായിരിക്കും. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താമെന്നും, അങ്ങനെ യൂസർ നെയിമും പാസ്വേഡും മൊബൈൽ നമ്പറുകളൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ പുതുതായി നമ്മൾ യൂസർ നെയിമും പാസ്വേഡൊക്കെ ആഡ് ചെയ്ത് എങ്ങനെ ലോഗിൻ ചെയ്ത് നമുക്ക് നമ്മുടെ നോർക്ക ID കാർഡ് പുതുക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്താൽ എങ്ങനെ എന്ന് പൂർണ്ണമായി മനസ്സിലാകില്ല. അതുകൊണ്ട് പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഇതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ എങ്ങനെ നോർക്ക ID കാർഡിന് രജിസ്റ്റർ ചെയ്യാമെന്ന്, രജിസ്റ്റർ ചെയ്ത് ID കാർഡ് എടുക്കാമെന്നും, എന്താണ് നോർക്ക എന്നതും, നോർക്ക പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസുകളെക്കുറിച്ചും അതിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് പോയി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഓരോ വീഡിയോയും ചെയ്യാനുള്ള താല്പര്യം കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ നോർക്ക റൂട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ബാറിൽ നിന്ന് മുകളിൽ തന്നെ ഒരു ലിങ്ക് കാണാം, നോർക്ക റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ടെത്തും, അതിൻ്റെ ഹോം പേജിലോട്ടെത്തും. അവിടെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും സൈൻ ഇൻ എന്ന്. അതിൽ നമ്മൾ സൈനപ്പ്, പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ സൈനപ്പ് എന്നുള്ളതിലും, ആദ്യം രജിസ്റ്റർ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ സൈൻ എന്നതിലുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ സൈനപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ കാണിക്കും അവരുടെ നെയിം, ഒരു ഫസ്റ്റ് നെയിം, മിഡിൽ നെയിമൊക്കെ പാസ്പോർട്ടിലുള്ള മാതിരി കൊടുത്ത്, ലാസ്റ്റ് നെയിമൊക്കെ കൊടുത്ത്, നമ്മൾ നമ്പർ, ഇമെയിൽ ID, വാട്സാപ്പ് നമ്പർ, കാര്യങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതൊക്കെ കൊടുത്ത് കറക്റ്റ് കൊടുത്ത് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്ത് ഒരു OTP ഒന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡും കൊടുത്ത് അതിലേക്ക് കടക്കാം. പിന്നെ അങ്ങനെ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പുതുക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യൂസർ നെയിം പാസ്വേഡുള്ള ടൈപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് സൈൻ ചെയ്തുകൊണ്ട് അതിൽ കയറി അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് യൂസർ നെയിമും പാസ്വേഡും മറന്നു പോയവർ, നമ്മൾ വേറെ എവിടെന്നെങ്കിലും ചെയ്തതാണെങ്കിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് നമ്മളെ കയ്യിലില്ലാത്തവർ ഓൾറെഡി രജിസ്റ്റേർഡ് ഓൺ നോർക്ക റൂട്ട്സ് എന്നുള്ള മുകളിൽ കാണുന്ന ലിങ്ക് യുവർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിറ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് 2 ടൈപ്പ് OTP കൊടുത്തിട്ട് മാനുവൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ OTP കൊടുത്തിട്ട് അതിൽ പോയിട്ടാണ് നമുക്ക് നമ്മളുടെ ഈ പാസ്വേഡും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് മാനുവൽ വെരിഫിക്കേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഫസ്റ്റ് കാണാം, പിന്നെ കാണുന്നത് മാനുവൽ വെരിഫിക്കേഷന്. അതിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മാനുവൽ വെരിഫിക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ യൂസർ നെയിം അടിക്കണം. അപ്പോൾ നമുക്ക് യൂസർ നെയിം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഫോർഗോട്ട് യൂസർ നെയിം എന്നുള്ളതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം സെറ്റ് ചെയ്യാം. അത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പിൽ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവും. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ID, പാസ്പോർട്ട് അല്ലെങ്കിൽ നോർക്ക ID, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ID കൊടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്ത് ഒരു ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് നമുക്ക് ഒരു ഇമെയിൽ ID സെറ്റ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് പിന്നീട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത്
നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യത്തേത് OTP കൊടുത്തിട്ട് അങ്ങനെ നോക്കാം. അപ്പോൾ OTP എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് നമ്മൾ അടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ID നമ്മൾ സെലക്ട് ചെയ്ത് ആ IDൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനോട് കൂടെ ആ ക്യാപ്ചർ നമ്പറും ടൈപ്പ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് പുതുതായിട്ടൊരു നമ്മൾ നേരത്തെ ഇതിൽ ഓൾറെഡി സെറ്റ് ഇതിൽ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും മൊബൈൽ നമ്പറും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അതിൽ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റും ഫസ്റ്റായിട്ട് നമുക്ക് കാണിക്കും. പിന്നെ അതിൽ നമ്മൾ എഡിറ്റ് എന്നുള്ള ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പുതുതായിട്ട് മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻഡ് OTP വാലിഡ് എന്നുള്ളത് കൊടുത്താൽ ഒരു OTP കൊടുത്തിട്ട് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനോട് കൂടെ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പാസ്വേഡും ഒക്കെ റീസെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ പിന്നെ വന്ന് യൂസർ നെയിം പാസ്വേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മളുടെ ഇതിലേക്ക് കയറാൻ പറ്റുന്നതാണ്. അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക പ്രവാസി ID കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എത്തും. ഇങ്ങനെ അതിലേക്ക് എത്തും, നമ്മളുടെ പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പേജിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നമ്മൾ അവിടെ അബ്രോഡ് NRK എന്നുള്ളത് സെലക്ട് ചെയ്യുക. അബ്രോഡ് എന്നുള്ളത് കൊടുത്തിട്ട് സേവ് ചെയ്യുക. അങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പേജിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ ആദ്യം ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ രേഖകളും നമുക്ക് പ്രൊഫൈൽ അപ്ഡേഷൻ എന്നിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് അതിൽ തിരുത്താനുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് തിരുത്താൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ബാക്ക് ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ന്യൂ ആപ്ലിക്കേഷൻ, വ്യൂ ആപ്ലിക്കേഷൻ, റീസെറ്റ് ആപ്ലിക്കേഷൻ എന്നൊക്കെ കാണിക്കും. അതിൽ നമ്മൾ റീസെറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. അവിടെ റിന്യൂ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. അങ്ങനെ റിന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിക്ക് പോകുന്നതാണ്. അവിടെ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസുകളൊക്കെ കാണിക്കും. അവിടെ നമ്മളെ ഡീറ്റെയിൽസുകൾ നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ പുതുക്കിയ പാസ്പോർട്ട് ആണെങ്കിൽ പുതുക്കിയ പാസ്പോർട്ട് നമ്പർ, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുക, ഇമെയിൽ ID ചേഞ്ച് ചെയ്യുക, അഡ്രസ്സുകൾ തിരുത്താണ്ടെങ്കിൽ തിരുത്തുക, ഫോട്ടോ ചേഞ്ച് ചെയ്യുക, എല്ലാ ഫയലുകളും അപ്ലോഡ് ചെയ്യാൻ പറയും. അതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഡീറ്റെയിൽസ്, ഓഫീസ് ഡീറ്റെയിൽസ്, പിന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസുകൾ, അതേമാതിരി നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന അഡ്രസ്സ് കാര്യങ്ങൾ, വിസ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാം കൊടുത്തിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് അത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ എല്ലാം നമ്മൾ കറക്റ്റ് അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് തിരുത്താൻ നമ്മൾ എങ്ങനെയാണോ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത് അത് രൂപത്തിൽ തന്നെ നമ്മളെല്ലാം തിരുത്താനുള്ളത് തിരുത്തി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അഗ്രി എന്നുള്ളത് കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വായിച്ച് ക്ലിയറായിട്ട് നോക്കി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് സേവ് ഡോക്യുമെൻ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ കറക്റ്റ് അതിൽ പറയുന്ന MB സൈസിൽ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കാണിക്കും. അത് വീണ്ടും സബ്മിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ നമുക്ക് ബാങ്ക് കാർഡ് വെച്ചിട്ട് UPI വെച്ചിട്ടൊക്കെ പേയ്മെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ UPI വെച്ച് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ UPI വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. പിന്നെ നമുക്ക് ബാക്ക് വന്ന് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ബാക്ക് വന്ന് നമ്മൾ വീണ്ടും നമ്മളെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഇങ്ങനെ പേജിലേക്ക് എത്തും. അവിടെ നമ്മളെ ആപ്ലിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ആപ്ലിക്കേഷൻ നമ്മളെ നോർക്ക ID കാർഡ് നമുക്ക് അപ്ലോഡ് ചെയ്തെടുക്കാൻ കഴിയും.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്താൻ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.